ഓക്കെ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സാധാരണ എല്ലാ എക്സാമുകളിലും ചോദിക്കാൻ സാധ്യതയുള്ള 10th ലെവൽ ക്വസ്റ്റ്യൻസ് ആണിത്. ആദ്യമായിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വിച്ച് കൺട്രി ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഗവൺമെൻറ് വാസ് ഫസ്റ്റ് ഡെവലപ്ഡ്? പാർലമെൻ്ററി സിസ്റ്റത്തിലുള്ള ഒരു ഗവൺമെൻറ് ആദ്യം ഡെവലപ്പ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള രാഷ്ട്രം ഏതാണ്? അയർലൻഡ്, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, തായ്ലാൻഡ്. കറക്റ്റ് ആൻസർ ബ്രിട്ടൻ ആണ്. ബ്രിട്ടൻ അല്ലെ ഇംഗ്ലണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് കൺട്രി ഡിഡ് പ്രസിഡൻഷ്യൽ റൂൾ ഫസ്റ്റ് എമേർജ്? പ്രസിഡൻഷ്യൽ റൂൾ ഭരണം ആരംഭിച്ച ആദ്യത്തെ രാഷ്ട്രം ഏതാണ്? ന്യൂസിലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക, ഈജിപ്റ്റ്, ചൈന. ഇതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയാണ് കറക്റ്റ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫോളോയിങ് വിച്ച് ഈസ് കൺസിഡേർഡ് ഹയസ്റ്റ് ഇൻ ഇന്ത്യ? താഴെ തന്നിട്ടുള്ളതിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്നത്, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത് എന്താണ്? ജുഡീഷ്യറി, കോൺസ്റ്റിറ്റ്യൂഷൻ, ദ പ്രസിഡൻറ്റ്, പാർലമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും പവർഫുള്ളായിട്ട് ഉള്ളത്. ഇത് ഓരോന്നും നമുക്കറിയാം. ഇതിൻ്റെ ഈ MCQയിലെ ഓരോ പോയിൻറ്റും എന്തുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്, ഓരോരുത്തരുടെ അധികാര പരിധി നമുക്ക് അറിയാവുന്നതാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ ഡസ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രൈബ് ഇന്ത്യ? ഇന്ത്യയെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, ഇൻറ്റിഗ്രൽ, സെമി ഫെഡറൽ, ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്. കറക്റ്റ് ആൻസർ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഇതിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഒരുപോലെയൊക്കെ ഇരിക്കും എങ്കിലും ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റുകളുടെ ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെയല്ല, യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റുകളുടെ ഒരു കൂട്ടമാണ്, ഒരു ഗ്രൂപ്പാണ്. അതിൽ സ്റ്റേറ്റുകൾക്ക് ചില അധികാരങ്ങൾ നൽകിയിരിക്കുന്നു, സെൻട്രലുകൾക്ക് ചില അധികാരങ്ങൾ നൽകിയിരിക്കുന്നു. പവർഫുള്ളായിട്ടുള്ളൊരു സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദ പ്രോസസ് ഓഫ് അമെൻമെൻറ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കാലാകാലങ്ങളിൽ അമെൻമെൻറ്റ് ചെയ്യാം എന്ന് അല്ലെങ്കിൽ അനുവദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 362 ആണ് കറക്റ്റ് ആൻസർ. 362 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളിൽ നമ്മളിതെല്ലാം പഠിച്ചതാണ് നേരത്തെ. അപ്പോൾ ആർട്ടിക്കിൾ 368. അടുത്ത സിക്സ്ത് ക്വസ്റ്റ്യൻ. വിച്ച് റിട്ട് ഈസ് റിക്വയർഡ് ടു ഗെറ്റ് എ പ്രിസണർ പ്രൊഡ്യൂസ്ഡ് ബിഫോർ ദ കോർട്ട്? അതായത് ഏത് റിട്ടാണ്, ഏത് ഹർജിയാണ് അല്ലെങ്കിൽ ഏത് അവകാശമാണ് ഒരു പ്രിസണറെ കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ അനുവദിക്കുന്നത്? ഹാബിയസ് കോർപ്പസ്. നമുക്കറിയാം യു മേ ബ്രിങ് ദ ബോഡി എന്നൊക്കെ ഉള്ളതാണ്. അതായത് 24 മണിക്കൂറിനുള്ളിൽ ഒരാളെ ഒരു കോടതിയിൽ ഹാജരാക്കുക എന്നുള്ള അതിന് ഒരു പൗരന് അനുവദിക്കുന്ന അല്ലെങ്കിൽ അവൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ് ഏതാണ്? ഹാബിയസ് കോർപ്പസ് എന്നുള്ളത്. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യൻ യൂണിയൻ സിവിൽ കോഡ് ഈസ് ആപ്ലിക്കബിൾ? സിവിൽ കോഡ് ആദ്യമായിട്ട് ആപ്ലിക്കബിൾ അല്ലെങ്കിൽ ആരംഭിച്ചിട്ടുള്ള സംസ്ഥാനം ഏതാണ്? ഗോവ, കേരള, മേഘാലയ, ഹരിയാന. ഗോവയാണ്. സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യൂണിഫോം സിവിൽ കോഡ്, യൂണിഫോം ക്രിമിനൽ കോഡ്. ഇന്ത്യയിൽ എല്ലായിടത്തും ഏത് മതസ്ഥരായാലും അവർക്കെല്ലാം എന്താണ്? ഒരേ ക്രിമിനൽ കോഡാണ്. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു കുറ്റം ചെയ്താൽ എല്ലാവർക്കും, ആണായാലും പെണ്ണായാലും ഏത് മതസ്ഥരായാലും എല്ലാവർക്കും ഒരേ ശിക്ഷയാണ്. പക്ഷേ സിവിൽ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വിവാഹം അല്ലെ മറ്റ് സാംസ്കാരിക കാര്യങ്ങളിലൊക്കെ ഓരോ മതത്തിനും ഓരോ രീതിയിൽ ഓരോ സ്റ്റേറ്റിലും വ്യത്യസ്തതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അത് സിവിൽ കോഡിൽ അങ്ങനെയുള്ള വ്യത്യസ്തത ഇല്ലാത്ത ഒരു സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. ഓക്കെ. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഹൗ മെനി ഷെഡ്യൂൾസ് വെയർ ദെയർ ഇൻ ദ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇനാക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിലവിൽ വരുന്ന സമയത്ത് എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 5, 8, 12. എത്രയാണ്? 8 ഷെഡ്യൂളായിരുന്നു അല്ലേ? ഇപ്പോൾ ഈ അത് ആരംഭിച്ച സമയത്ത് പാർട്ട് എത്രയുണ്ടായിരുന്നു, ആർട്ടിക്കിളിൽ എത്രയുണ്ടായിരുന്നു, ഷെഡ്യൂൾസ് എത്രയുണ്ടായിരുന്നു? എന്നാൽ ഇന്ന് നിലവിൽ എത്രയുണ്ട് എന്നുള്ള വിവരം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ് അല്ലേ? അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതിനകത്തിൽ എത്രയാണ്? 8 ഷെഡ്യൂൾ, 8 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നു. ഇത് 9ാമത്തെ ക്വസ്റ്റ്യൻ.
റൈറ്റ് ടു ഇൻഫർമേഷൻ ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഇൻ വിച്ച് സ്റ്റേറ്റ്? റൈറ്റ് ടു ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവരാവകാശം. നമ്മൾ കേട്ടിട്ടുണ്ട്, ഒരു ഗവൺമെൻറ് മെഷീനറി അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അക്കൗണ്ട് പരമായിട്ടുള്ളവരും മറ്റെന്തൊരു കാര്യമാണെങ്കിലും ഒരു പൗരന് അറിയാനുള്ള അവകാശമുണ്ട്. ഇത് പാർലമെൻറ്റ് 2005 പാസ്സാക്കിയ ഒരു നിയമമാണ്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത് ഇത് ആപ്ലിക്കബിൾ അല്ലാത്ത ഒരേ ഒരു സ്റ്റേറ്റ് ഏതാണ്? ജമ്മു കാശ്മീർ, മേഘാലയ, ഡൽഹി, അരുണാചൽ പ്രദേശ്. ജമ്മു കാശ്മീരാണ്. നമുക്കറിയാം ജമ്മു കാശ്മീരിന് പ്രത്യേക ഭരണഘടനാ പദവിയാണ്, അതിന് പ്രത്യേക സ്പെഷ്യൽ പ്രൊവിഷൻസാണ് കൊടുത്തിട്ടുള്ളത് 370 ആർട്ടിക്കിൾ 370 പ്രകാരം. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണ്? ജമ്മു ആൻഡ് കാശ്മീർ. അടുത്ത 10ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റിസൺഷിപ്പ്? അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് രീതിയിലുള്ള പൗരത്വമാണ്? ഡ്യുവൽ, സിംഗിൾ, ബോത്ത് ദ എബോവ്, നൺ ഓഫ് ദീസ്. അതായത് ദ്വിപൗരത്വം, 2 പൗരത്വം, സിംഗിൾ ഒറ്റ പൗരത്വം, ഏക പൗരത്വം, ഇങ്ങനെയുള്ളത്. ഇപ്പോൾ ഏതാണ് ഇതിനകത്തിൽ കറക്റ്റ് ആൻസർ? സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു പൗരന് നൽകുന്നത്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർ ഹൗ മെനി ഇയേഴ്സ് ഡസ് സിറ്റിസൺഷിപ്പ് എക്സ്പയർ ആഫ്റ്റർ ബീയിങ് ഔട്ട്സൈഡ് കണ്ടിന്യൂസ്ലി? അതായത് ഒരു പ്രവാസിയായി ഇന്ത്യയിൽ വരാതെ കണ്ടിന്യൂസ്ലി എത്ര വർഷം ഇന്ത്യയിൽ നിന്ന് പുറത്തു പോയി നിൽക്കുന്ന ഒരാളുടെ സിറ്റിസൺഷിപ്പാണ് ഓട്ടോമാറ്റിക് ക്യാൻസൽ ആകുന്നത്? 7 ഇയേഴ്സാണ്. ഇന്ത്യയിലെ 7 വർഷം ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിലില്ലാതെ പുറത്താണെങ്കിൽ ഓട്ടോമാറ്റിക് അവരുടെ പൗരത്വം ക്യാൻസലാകും. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് കൺട്രി ദ പ്രിൻസിപ്പിൾ ഓഫ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഹാസ് ബീൻ അഡോപ്റ്റഡ്? നേരത്തെ നമ്മൾ ഇന്ത്യയിലെ കാര്യം പറഞ്ഞിരുന്നു, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഇവിടെ ക്വസ്റ്റ്യൻ ആണ്, ഏത് രാജ്യത്താണ് ഡബിൾ സിറ്റിസൺഷിപ്പ് നിലവിലുള്ളത്? യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലാണ്, USA ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നിലവിലുള്ളത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ഈസ് ദ പാർലമെൻ്ററി സിസ്റ്റം ഓഫ് ഇന്ത്യ അഫക്റ്റഡ്? ഇന്ത്യയിലെ പാർലമെൻ്ററി സിസ്റ്റം, അല്ല ഇന്ത്യക്ക് ഒരു പാർലമെൻറ്റ്, അതിനകത്ത് 2 സഭകൾ എന്നുള്ള ഒരു സിസ്റ്റം ഏത് രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെ ഏത് രാജ്യത്തെ കണ്ടിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ നമ്മൾ ആരംഭിച്ചത്? ഇംഗ്ലണ്ടാണ് കറക്റ്റ്. ഏതാണ്? ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ. പാർലമെൻറ്റുകളുടെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിനെ അറിയപ്പെടുന്നത് പാർലമെൻറ്റുകളുടെ മാതാവ് എന്നാണ്. കാര്യം ഇംഗ്ലണ്ടിന് പല സ്ഥലങ്ങളിൽ ആദ്യകാലങ്ങളിൽ കൊളോണിയൽ സിസ്റ്റം ആയിരുന്നു, അവരുടെ കോളനികളായിരുന്നു. പിന്നീട് അവയെല്ലാം ഈ പറഞ്ഞ പോലെ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം അപ്പോൾ അതുമായിട്ട് ഈ ബ്രിട്ടീഷുകാരുടെ പാർലമെൻറ്റിനെ ആസ്പദമാക്കി, അല്ലെ അത് കണ്ടിട്ടാണ് അവരുടെ രാജ്യങ്ങളിലെല്ലാം ഈ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്, പാർലമെൻ്ററി സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഓൺ ദ ബേസിസ് ഓഫ് വിച്ച് കൺട്രീസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർ ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? ഏത് കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്നുള്ള ആ ഒരു പോളിസി ഉള്ളത്? നമ്മൾക്കറിയാം, നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് പല ആശയങ്ങൾ കടമെടുത്തിട്ടാണ് അതെല്ലാം അതിൻ്റെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, നിർദ്ദേശിക തത്വങ്ങൾ, അതായത് ഒരു നിയമനിർമ്മാണം നടത്തുമ്പോൾ ഏത് ദിശയിലായിരിക്കണം എന്ന് പറയുന്ന കാര്യങ്ങൾ, ക്ഷേമരാഷ്ട്രം എന്നുള്ള ഒരു വ്യവസ്ഥ, അല്ലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ഒരു വ്യവസ്ഥ, അതിനെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറയുന്നത്. അത് ഏത് രാജ്യത്തിൽ നിന്ന് കടമെടുത്ത ആശയമാണ്? അയർലൻഡാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. ദ പോസ്റ്റ് ഓഫ് കളക്ടർ ഇൻ ഇന്ത്യ വാസ് ബോറോഡ് ബൈ ദ കൊളോണിയൽ റൂൾ. അതായത് നമുക്കറിയാം, നമ്മളുടെ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ മൊത്തം ചുമതല, എക്സിക്യൂട്ടീവ് ചുമതല എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്ട്രിക്ട് കളക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള ആ ഒരു രീതി അത് എവിടെ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്? ഇംഗ്ലണ്ടിൽ നിന്നാണ്. അതായത് കൊളോണിയൽ റൂളിൽ ഇംഗ്ലണ്ടിൽ നിന്നാണ് ഈ ഒരു സംവിധാനം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിസ്റ്റം ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അടുത്ത 16ാമത്തെ, ലെജിറ്റിമേറ്റ് സോവറിനിറ്റി വെസ്റ്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത, അതായത് ജുഡീഷ്യലി ഏറ്റവും സോവറിനിറ്റി ഉയർന്നു നിൽക്കുന്നത് എന്താണ്?
ഇൻ ദ ക്യാബിനറ്റ്, അതായത് ഇന്ത്യയുടെ നമ്മൾ ആ നിയമാനുസൃതം എന്തിൽ ഉയർന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്താണ്? ഇൻ ദ ക്യാബിനറ്റ്, പ്രസിഡൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ജുഡീഷ്യറി. സോവറിനിറ്റി നിലനിൽക്കുന്നത് എന്തിലാണ്? ദ കോൺസ്റ്റിറ്റ്യൂഷനിലാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഗാർഡിയൻ ആരാണ്? അല്ലെങ്കിൽ ഇതിനെ ശരിയാവണ്ണം നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്ന വ്യക്തിയാണ് ഏതാണ്? റിവ്യൂ ചെയ്യുന്ന ആളാണ് ജുഡീഷ്യറി. അതിനുള്ള പവറാണ് ജുഡീഷ്യറിക്ക്. അപ്പം ദ ലെജിറ്റിമേറ്റ് സോവറിനിറ്റി ആരിൽ നിക്ഷിപ്തമാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ നിക്ഷിപ്തമാണ്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി പാർട്സ് ആർ ദെയർ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇറ്റ്സ് ഒറിജിൻ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ വളരെ എപ്പോഴും ചോദിക്കാറുണ്ട്. നമ്മുടെ ആർട്ടിക്കിൾ ആണെങ്കിലും ശരി, പാർട്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഷെഡ്യൂൾസ് ആണെങ്കിലും ചോദിക്കാറുണ്ട്. 22 നമുക്കറിയാവുന്നതാണ്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, റെഗുലേറ്റിംഗ് ആക്ട് വാസ് പാസ്ഡ്. എന്നാണ് റെഗുലേറ്റിംഗ് ആക്ട് പാസ് ചെയ്തത്? നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ട്. 1973 അതായത് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു ആക്റ്റാണ്. അതിലൂടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്കൊരു മാനേജ്മെൻറ്റ് നൽകുക, അല്ലെങ്കിൽ അതിനൊരു ചിട്ടവട്ടം ഉണ്ടാക്കുക. അതാണ് ഈ റെഗുലേറ്റിംഗ് ആക്ട്. 1773 അടുത്ത നെക്സ്റ്റ് 19ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വാസ് ആഡഡ് ടു ദ പ്രിയാമ്പിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ 42nd അമെൻമെൻറ്റ്? 42ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഏത് വേർഡ്, താഴെ തന്നിട്ടുള്ളതിൽ ഏത് വേർഡാണ് പ്രിയാമ്പിളിൽ അമെൻമെൻറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു ഇതിൽ എ സോഷ്യലിസം, ബി പൊളിറ്റിക്കൽ, സി ഡെമോക്രാറ്റിക്, ഡി ജസ്റ്റിസ്. ഇതിൽ ഉള്ള ഒരു വേർഡെന്ന് പറഞ്ഞാൽ സോഷ്യലിസമാണ്. ഇത് കൂടാതെ നമുക്കറിയാം 3 വേർഡുകളാണ് ടോട്ടൽ ആ സമയത്ത് ചെയ്തിരുന്നത്. ഇന്ത്യ ഒരു സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്കാണ്. 5 കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്, അല്ലേ? അതിൽ ആദ്യം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന സമയത്ത് സോവറിൻ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആയിരുന്നു. അപ്പം അങ്ങനെ 42ാമത്തെ അമെൻമെൻറ്റിലാണ് അതെന്തായത്? സോഷ്യലിസ്റ്റ്, സെക്യുലർ എന്ന 2 വേർഡുകൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തിൽ സോഷ്യലിസമാണ്. ഇനി വേറെ എങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇനിയും സെക്യുലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മറന്നു പോകരുത്. രണ്ടും കൂടെ എന്തായാലും ചോദിക്കത്തില്ല. അല്ലെങ്കിൽ സോഷ്യലിസം ആൻഡ് സെക്യുലർ രണ്ടും ബോത്ത് എ ആൻഡ് ബി എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പം ആ സമയത്ത് ആഡ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെയായിരുന്നു? സോഷ്യലിസം ആൻഡ് സെക്യുലർ. സോഷ്യലിസ്റ്റ്, സെക്യുലറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ തന്നിട്ടുള്ളതിൽ ഒരു കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് കറക്റ്റ് ആൻസർ ഏതാണ്? സോഷ്യലിസമാണ്. നമുക്കറിയാം 1976 42nd അമെൻമെൻറ്റ് നടന്നത്. അതിനെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് തന്നെയാണ് ഈ ഒരു അമെൻമെൻറ്റിനെ പറയപ്പെടുന്നത്. കാര്യം അതിനകത്ത് വളരെയധികം അമെൻമെൻറ്റുകൾ വരുത്തിയിരുന്നു. ഈ പറയുന്ന സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ എന്നതിനോടൊപ്പം തന്നെ യൂണിറ്റി ഓഫ് ദ നേഷൻ എന്നതിന് പകരം യൂണിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദ നേഷൻ, അതായത് ഐക്യവും അഖണ്ഡതയും എന്നുകൂടി ഈ ഒരു അമെൻമെൻറ്റിൽ പ്രിയാമ്പിളിൽ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം 3 കാര്യങ്ങളായിരുന്നു അതിനകത്ത് ചേർത്തിരുന്നത്. ഏതൊക്കെയാണ്? സോഷ്യലിസം, സോഷ്യലിസ്റ്റ്, അതുപോലെ തന്നെ സെക്യുലർ, പിന്നെ ഇൻറ്റിഗ്രിറ്റി. ഈ 3 വേർഡാണ് ചേർത്തത്. അത് ഓർത്തിരിക്കണം പ്രത്യേകമേ. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ എമോങ് ദ ഫോളോയിങ് ഈസ് സുപ്രീം ഇൻ ദ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റം? ഇന്ത്യൻ പൊളിറ്റിക്കൽ സിസ്റ്റത്തിലെ സുപ്രീമായിട്ട് ഏറ്റവും പരമോന്നതമായിട്ടുള്ളത് എന്താണ്? സുപ്രീം കോർട്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ, റിലീജിയൻ, പാർലമെൻറ്റ്. കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ നിയമപരമായിട്ട് നമ്മൾ ഇതിനകത്ത് ഏതിനെന്തെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും ഏറ്റവും ഉയർന്നു നിൽക്കുന്നതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് അനുസൃതമായേ ഒരു ജുഡീഷ്യറിക്കും ഒരു ഗവൺമെൻറ്റിനും ഒരു ലെജിസ്ലേഷനും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഏറ്റവും ഉയർന്നതെന്ന് പറയപ്പെടുന്നത്. അടുത്ത 20ാമത്തെ ക്വസ്റ്റ്യൻ 21, ഹൂ ഈസ് ഏബിൾ ടു അമെൻമെൻറ്റ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്? മൗലിക അവകാശങ്ങൾ അമെൻമെൻറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ഭേദഗതി വരുത്താൻ അർഹതപ്പെട്ടത് ആരാണ്? പ്രസിഡൻറ്റ്, പാർലമെൻറ്റ്, ലോക്സഭ, സുപ്രീം കോർട്ട്. പാർലമെൻറ്റാണ്. നമ്മൾക്കറിയാം പാർലമെൻറ്റിലെ ലോക്സഭയുടെയും രാജ്യസഭയുടെയും 2 സഭകളും മജോറിറ്റിയിൽ പാസ്സായെങ്കിൽ മാത്രമേ ഒരു ബില്ല് അല്ലെങ്കിൽ ഒരു അമെൻമെൻറ്റ് വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ആരാണ്? പാർലമെൻറ്റാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 22, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് ദ 6th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് അപ്ലൈ?
അപ്പോൾ ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ നോക്കുക. അതായത് 6th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ താഴെ തന്നിട്ടുള്ള ഏത് സംസ്ഥാനത്തെക്കുറിച്ചാണ് പരാമർശിക്കാത്തത്? നമുക്കറിയാം 6th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ഒരു ജനവിഭാഗമാണ്. അത് ഏതൊക്കെ സംസ്ഥാനങ്ങളായിരുന്നു? മേഘാലയ, ആസാം, ത്രിപുര, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളായിരുന്നു, ഇല്ലയോ? അപ്പം ഇതിനകത്തിലെ ഇല്ലാത്തത് ഏത് സംസ്ഥാനമായിരുന്നു? മണിപ്പൂർ. നമ്മൾ പ്രത്യേക അത് ആ ഒരു ഷെഡ്യൂൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. 4 സംസ്ഥാനങ്ങളായിരുന്നു, ഇല്ലേ? അപ്പം അതിൽ മണിപ്പൂർ ഇല്ല. അപ്പം ഇതിനകത്തിൽ ഇല്ലാത്തത് ഏതാണ്? മണിപ്പൂറാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് മണിപ്പൂർ. മൂന്നാമത്തെ 23 ഏതാണ്? ഇൻ വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ മെൻഷൻഡ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മെൻഷൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പരാമർശിച്ചിട്ടുള്ള പാർട്ട് ഏതാണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ടാണ് 3rd പാർട്ട്, അല്ലേ? പാർട്ട് 3 ആണ്. അടുത്തത് 24ാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ഹും ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി? അപ്പോൾ ഈ ഡയറക്റ്റീവ് നിർദ്ദേശിക തത്വങ്ങൾ താഴെ തന്നിരിക്കുന്നതിൽ ആർക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളതെന്നാണ്? സിറ്റിസൺ, സ്റ്റേറ്റ്, സൊസൈറ്റി, യൂണിയൻ? സ്റ്റേറ്റിനാണ്. അതായത് സ്റ്റേറ്റുകൾ നമുക്കറിയാം, നമ്മൾ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് ആണ് നമ്മളുടെ രാജ്യം. പക്ഷെങ്കിൽ അതിനകത്ത് സ്റ്റേറ്റുകൾക്ക് അവരുടേതായിട്ടുള്ള ചില നിയമവശങ്ങൾ അല്ലെങ്കിൽ ചില അധികാരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ നിയമനിർമ്മാണം നടത്തുമ്പോൾ അത് ഈ നിർദ്ദേശിക തത്വങ്ങൾക്ക് അടിസ്ഥാനപ്പെടുത്തി വേണം എന്നുള്ളൊരു കാര്യം അതിനകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റേറ്റുകൾക്കാണ് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ്. കറക്റ്റ് ആൻസർ ഈസ് സ്റ്റേറ്റ്. 25. അറ്റ് പ്രസൻറ്റ് അണ്ടർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് ദ റൈറ്റ് ടു പ്രോപ്പർട്ടി എ? ഇപ്പോൾ നിലവിൽ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഒരു പൗരന് എങ്ങനെയുള്ളതാണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണോ? സ്റ്റാറ്റ്യൂട്ടറി നിയമമായിട്ടുള്ള അവകാശമാണോ? മോറലാണോ? അതോ നൺ ഓഫ് ദീസ്? ആദ്യം നമുക്കറിയാം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയിരുന്നു, 7 ഫണ്ടമെൻ്റൽ റൈറ്റ്സുകളായിരുന്നു. പിന്നീട് അതെന്ത് ചെയ്തു? അത് മാറ്റപ്പെട്ടു. അപ്പം റൈറ്റ് ടു പ്രോപ്പർട്ടി എന്നുള്ളത് നിലവിൽ എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്, ഒരു നിയമപരമായ അവകാശമാണ്. പക്ഷേ അതൊരു മൗലിക അവകാശം അല്ല നിലവിൽ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ബി, സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡയറക്റ്റ് ദ ഓർഗനൈസേഷൻ ഓഫ് ഗ്രാമപഞ്ചായത്ത്? അപ്പോൾ ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് സാരം. അതേതാണ്? ആർട്ടിക്കിൾ 40. ആർട്ടിക്കിൾ 40 ആണ്. അടുത്ത 27ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഷെഡ്യൂൾസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ആൻറ്റി ഡിഫെക്ഷൻ ലോ? താഴെ തന്നിരിക്കുന്നതിൽ കൂറുമാറ്റ നിരോധന നിയമം അത് മെൻഷൻ ചെയ്തിരിക്കുന്ന ഷെഡ്യൂൾ ഏതാണ്? 10th ഷെഡ്യൂളാണ്, 10ാമത്തെ ഷെഡ്യൂളാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഷെഡ്യൂൾസുകൾ അത് പ്രത്യേകം അത് ഏത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പഠിച്ചിരിക്കണം. പാർട്ടുകൾ ഏത് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് പഠിച്ചിരിക്കണം. ആ പാർട്ടിൽ ഓരോന്നിലും ഉൾപ്പെടുത്തിയിട്ടുള്ള ആർട്ടിക്കിൾസ് അതും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളും കൂടെ പഠിക്കുക എന്നുള്ളതാണ്. അടുത്ത 28ാമത്തെ ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ദ ഫസ്റ്റ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ ഈസ്? ഇന്ത്യയുടെ ആദ്യത്തെ 1ാമത്തെ ആർട്ടിക്കിളിൽ ഇന്ത്യ എങ്ങനെയുള്ള രാജ്യമാണെന്നാണ് പരാമർശിക്കുന്നത്? ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്, ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ്, യൂണിയൻ ഓഫ് സ്റ്റേറ്റ്? എപ്പോഴും ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് തന്നെയാണ് എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. അർത്ഥം എല്ലാത്തിൻ്റെയും ഒന്നിനൊന്ന് എല്ലാം പൊരുത്തപ്പെടുന്നതാണെങ്കിലും കറക്റ്റ് ഫോർമാറ്റ് ഏതാണ്? യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. ഓക്കെ. അടുത്ത 29ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മേജർ ബേസിക് ഫീച്ചർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ ഈ താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏറ്റവും മേജർ എല്ലാ ഫീച്ചേഴ്സുമാണ്, ഓരോരോ പ്രത്യേകതകളാണ്. എങ്കിലും ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്നതിൽ മേജർ ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്, ജുഡീഷ്യറി, നൺ ഓഫ് ദിസ്. എന്താണ് ഇതിനകത്തിൽ? എല്ലാമാണ്. അപ്പോൾ നൺ ഓഫ് ദീസ് എന്തായാലും അവിടെ വരില്ല. അപ്പോൾ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് മൗലിക അവകാശങ്ങളാണ്, ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങളും ആണ്. അപ്പോൾ ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ വളരെയധികം കാര്യങ്ങളുണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. 30ാമത്തെ ക്വസ്റ്റ്യൻ. ഹൂ ഈസ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ യൂണിയൻ അപ്പോൾ ഇന്ത്യൻ യൂണിയനിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ആരാണ്? പ്രസിഡൻ്റ് ആണ്, അല്ലേ? അപ്പോൾ ആൻസർ എ, പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആണ്.
31. Which of the following has the sole authority to control the expenditure of the union ഗവൺമെൻറ്? അപ്പം യൂണിയൻ ഗവൺമെൻറ് അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ചെലവുകളെയും കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? വൈസ് പ്രസിഡൻറ്റ്, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, പ്രൈം മിനിസ്റ്റർ, പാർലമെൻറ്റ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലാണ്. അപ്പോൾ ഇതിനെല്ലാം ചെക്ക് ചെയ്യുന്നതും നോക്കുന്നതും അതിൻ്റെ അക്കൗണ്ട് കംപ്ലീറ്റ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ്? കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അല്ലെ CAG എന്ന് പറയും. CAG, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ് ലാൻഡ് റിഫോം ഈസ് അണ്ടർ വിച്ച് ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അപ്പോൾ സ്റ്റേറ്റ് ലാൻഡ് റിഫോം, ഭൂപരിഷ്കാരം അല്ലേ, ലാൻഡ് റിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഷെഡ്യൂളിലാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? 9th ഷെഡ്യൂളിലാണ്. ഭൂപരിഷ്കാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളുടെ ഓരോരോ സ്റ്റേറ്റിനും ഒരു ഇൻഡിവിജ്വലിന് അവരുടെ പേരിൽ ഇത്ര സെൻറ്റ് വസ്തു മാത്രമേ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഏക്കർ വസ്തു മാത്രം, അതിന് ഒരു ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. നേരത്തെ നമുക്കറിയാം ജമീന്ദാരി സിസ്റ്റം ആയിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് എല്ലാവർക്കും തുല്യത വരുത്തുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ എല്ലാവർക്കും ഭൂമി ഉറപ്പ് നൽകുന്നതിനും വേണ്ടിയാണ് ഈ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത 33ാമത്തെ ക്വസ്റ്റ്യനാണ്. 26th January വാസ് ചൂസൺ ആസ് റിപ്പബ്ലിക് ഡേ ടു കൊമ്മമറേറ്റ്. അതായത് 26 ജനുവരിയിലാണ് നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1950. അപ്പോൾ അതെന്താണ് ഈ 26th ജനുവരി തിരഞ്ഞെടുക്കാൻ കാരണം? നമുക്കറിയാം ഈ കോൺസ്റ്റിറ്റ്യൂഷൻ നേരത്തെ തയ്യാറായതാണ്. പക്ഷേ ആ ദിവസം എന്തുകൊണ്ടാണ് അത് തയ്യാറെടുത്തത്? പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷൻ ഇൻ 1930 കറക്റ്റ് ആൻസർ ആയിരുന്നു. എന്തായിരുന്നു? അതായത് 1930 പൂർണ്ണ സ്വരാജ് എന്ന ഒരു ഡിക്ലറേഷൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അത് 26 ജനുവരി 1930 ആ ദിവസത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് നമ്മളുടെ റിപ്പബ്ലിക് ഡേ ഈ 26 ജനുവരി ആക്കിയിട്ടുള്ളത്. അടുത്തത് 34ാമത്തെ ക്വസ്റ്റ്യൻ. അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ജുറിസ്ഡിക്ഷൻ എനി ഇൻഡിവിജ്വൽ ഹൂസ് ഫണ്ടമെൻ്റൽ റൈറ്റ് ഹാസ് ബീൻ വയലേറ്റഡ് ക്യാൻ ഡയറക്ട്ലി മൂവ് ദ സുപ്രീം കോർട്ട് ഓർ ഫോർ റെമഡി? അതായത് ഏതെങ്കിലും ഒരു പൗരൻ്റെ മൗലിക അവകാശങ്ങൾ ഹനിക്കപ്പെടുകയാണെങ്കിൽ സുപ്രീം കോടതിയിൽ നേരിട്ട് പോകാൻ കൊണ്ടുള്ള അവകാശം ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ റിട്ട് ജുറിസ്ഡിക്ഷൻ അല്ലേ, റിട്ട്, നമുക്കൊരു റിട്ട് സമർപ്പിക്കാം. നമുക്കറിയാം ഓരോ ഹൈക്കോടതിയിലും അല്ലെ സുപ്രീം കോടതിയിലും നമുക്ക് റിട്ട് സമർപ്പിക്കാനുള്ള അധികാരങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 5 റിട്ടുകളാണ്, അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ബി, റിട്ട് ജുറിസ്ഡിക്ഷൻ. അടുത്ത 35ാമത്തെ ക്വസ്റ്റ്യൻ. ദ ഓത്ത് ഓഫ് ഓഫീസ് ആൻഡ് ടു ദ ഗവർണർ ഈസ് അഡ്മിനിസ്ട്രേഡ് ബൈ ഹൂം? ഗവർണർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? ചീഫ് ജസ്റ്റിസ് ഓഫ് ദ ഹൈക്കോർട്ട്. പ്രസിഡൻ്റ് ആണെങ്കിലോ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട്. ഇനി സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനാണെങ്കിൽ പ്രസിഡൻറ്റ് അല്ലേ. അതുപോലെ തന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിനാരായിരിക്കും? ഗവർണറായിരിക്കും സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. അടുത്ത 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് യൂണിയൻ ടെറിട്ടറി? യൂണിയൻ ടെറിട്ടറികളെക്കുറിച്ച് അല്ലെ കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് ഏത്? പാർട്ട് 8 ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് 37. ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഇൻ വിച്ച് ഹൗസ് ഓഫ് പാർലമെൻറ്റ്? അതായത് നമുക്കറിയാം പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യുക അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുക, അതിന് പറയപ്പെടുന്ന പേരാണ് ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ. സുപ്രീം കോടതി ജഡ്ജിമാരാണെങ്കിൽ അവരെയും ഇംപീച്ച്മെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഈ ഇംപീച്ച്മെൻറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കാണെന്നാണ്? പാർലമെൻറ്റിനാണ്. പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബൈക്യാമറലാണ്. ബൈക്യാമറൽ എന്ന് പറയുമ്പോൾ 2 സഭകളാണ്. അതിൻ്റെ ഹെഡ് പ്രസിഡൻ്റാണ്. 2 സഭകളെന്ന് പറയുമ്പോൾ ഒന്ന് ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ ലോക്സഭയും രാജ്യസഭയിലും ആ പ്രമേയം പാസ്സാക്കി 2ഇടത്തും അത് പാസ്സാവുമെങ്കിൽ മാത്രമാണ് ഈ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് കംപ്ലീറ്റ് ആകുന്നത്. അപ്പം ആരെയാണ് ഒരു പ്രസിഡൻറ്റിനെ ഇംപീച്ച് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? ഒന്നുകിൽ ഇവിടെ ക്വസ്റ്റ്യൻ പാർലമെൻ്റ് എന്ന് വരികയാണെങ്കിൽ അതാണ് കറക്റ്റ്. അതല്ല
ലോക്സഭ രാജ്യസഭ രണ്ടും ചേരുകയാണ്. എയ്തർ ഹൗസ് എ ആൻഡ് ബി എന്ന് ചേരുകയാണെങ്കിൽ അതും കറക്റ്റാണ്. അതല്ല എങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എയ്തർ ഹൗസ് ഓഫ് പാർലമെൻറ്റ്, പാർലമെൻറ്റിൻ്റെ രണ്ട് സഭകളും എന്നാണ്. അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ്സ് ടു ദ അമെയിൻമെൻറ്റ്? അതായത് അമെയിൻമെൻറ്റ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെയിൻമെൻറ്റുകളെക്കുറിച്ച് പരാമർശിക്കുന്ന പാർട്ട് ഏതാണ്? പാർട്ട് 20. അടുത്തത് 39, അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ജമ്മു ആൻഡ് കാശ്മീർ ഹാഡ് ബീൻ ഗിവൺ സ്പെഷ്യൽ സ്റ്റാറ്റസ് ബൈ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ജമ്മു കാശ്മീരിന് വേണ്ടി നൽകിയിട്ടുള്ള സ്പെഷ്യൽ സ്റ്റാറ്റസ് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 370. സ്പെഷ്യൽ സ്റ്റാറ്റസ് നമുക്കറിയാം, അവിടെ ഒരാൾക്ക് സ്ഥിരമായി താമസിക്കാൻ, സെറ്റിലാകാൻ സാധിക്കത്തില്ല. അതിന് ചില നിബന്ധനകളുണ്ട്. മിനിമം 15 വർഷം അവിടെ താമസിച്ച വ്യക്തിയായിരിക്കണം. കുട്ടികളാണെങ്കിൽ 10ാം ക്ലാസ്, +1, +2 ഒക്കെ അവിടെ പഠിച്ച് 7 വർഷമായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള പല നിബന്ധനകളുണ്ട് അല്ലേ. അപ്പോൾ അതാണ് അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് നൽകിയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ആർട്ടിക്കിൾ ഏതാണെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 370. 40ാമത്തെ ക്വസ്റ്റ്യൻ, ഹൂ പ്രിസൈഡ്സ് ഓവർ ദ ജോയിൻറ്റ് സെഷൻ ഓഫ് ദ ഇന്ത്യൻ പാർലമെൻറ്റ്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം, അതായത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും ചില പ്രത്യേക സമയങ്ങളിൽ പ്രസിഡന്റ് വിളിക്കുന്നതാണ്. ഈ സമ്മേളനം നടക്കുമ്പോൾ ഇതിനെ പ്രിസൈഡ് ചെയ്യുന്നത് ആരാണ്? നമുക്കറിയാം, ലോക്സഭയിൽ എപ്പോഴും പ്രിസൈഡ് ചെയ്യുന്നത് സ്പീക്കറാണ്. രാജ്യസഭയിൽ വൈസ് പ്രസിഡൻ്റാണ്. അപ്പോൾ രണ്ടുപേരൂടെ രണ്ട് പാർലമെൻറ്റും അല്ലെങ്കിൽ രണ്ട് സഭകളും ഒന്നിച്ചു ചേരുമ്പോൾ ആരായിരിക്കും? അതാരാണ്? സ്പീക്കറാണ്. ലോക്സഭയുടെ സ്പീക്കറായിരിക്കും അപ്പോൾ അത് പ്രിസൈഡ് ചെയ്യുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഡോക്ടർ BR അംബേദ്കർ കോൾഡ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ എന്താണ് ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഏത് ആർട്ടിക്കിളിനെയാണ് ഡോക്ടർ BR അംബേദ്കർ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്? ആർട്ടിക്കിൾ 32 ആണ്. ഏതാണ്? ആർട്ടിക്കിൾ 32 ഫണ്ടമെൻ്റൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അടുത്ത 42ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യറി ആർ ടു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്? അതായത് ഡിവിഷൻ ഓഫ് പവർ നമുക്കറിയാം, നിയമം ഒരാൾ ലെജിസ്ലേറ്റേഴ്സ് നിർമ്മിക്കും, പക്ഷേ അത് ശരിയാവണ്ണം നടപ്പാക്കുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് ആരാണ്? അത് ജുഡീഷ്യറിയാണ്. നടപ്പാക്കുന്നത് ആരാണ്? എക്സിക്യൂട്ടീവ്സാണ്. അപ്പോൾ ഈ ജുഡീഷ്യറിക്ക് ആർക്കും ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കത്തില്ല അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് പറയുന്നത് എന്താണ്? ഒരാൾ നിയമം ഉണ്ടാക്കുന്ന ഒരാൾക്കോ അല്ലെ നടപ്പിലാക്കുന്ന ഒരു സംവിധാനത്തിനോ ജുഡീഷ്യറിയെ സ്വാധീനിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിന് പറയുന്ന പേരെന്താണ്? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. എന്താണ്? ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെൻറ്. അടുത്ത 43ാമത്തെ ക്വസ്റ്റ്യൻ, ദ സിസ്റ്റം ഓഫ് ജുഡീഷ്യൽ റിവ്യൂ ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റഡ് ഫ്രം? അതായത് ജുഡീഷ്യൽ റിവ്യൂ എന്ന ഒരു ഐഡിയ അത് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? USA, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക. നേരത്തെ നമ്മളിത് നോക്കിയിട്ടുള്ളതാണ്, അത് പഠിച്ചിട്ടുള്ളതാണ്. അടുത്ത നെക്സ്റ്റ് 44ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പവർ ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ചീഫ് പൊളിറ്റിക്കൽ പവർ, ഏറ്റവും പരമോന്നതമായിട്ടുള്ള പവർ ആരുടെ കയ്യിലാണ്? ആരിൽ നിക്ഷിപ്തമാണ്? ജനങ്ങളിൽ. പീപ്പിൾ ഓഫ്, നമ്മൾ കേട്ടിട്ടില്ലേ, ഡെമോക്രസി എന്ന് പറഞ്ഞാൽ പീപ്പിളാണ്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികൾ ജനങ്ങൾക്ക് വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കുന്നു ഇല്ലേ. ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. അപ്പോൾ എല്ലാം ആർക്കാരാണ്? ഏറ്റവും പവർ ഏറ്റവും കൂടുതൽ ആർക്കാണ്? പീപ്പിളിനാണ്. 5 വർഷം കഴിയുമ്പോൾ ഒരാളെ പവറിൽ നിന്ന് താഴെ ഇറക്കണമെങ്കിൽ ഈ ജനങ്ങൾക്ക് കഴിയും അല്ലേ, സിറ്റിസണിന് കഴിയും. അപ്പോൾ ഇതാണ് വാട്ട് ഈസ് ദ ചീഫ് സോഴ്സ് ഓഫ് പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറയുന്ന പവറുകളെല്ലാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പവറുകൾ ഒക്കെ നടപ്പിലാക്കേണ്ട വ്യക്തികൾ ആരിൽ നിന്നാണ് വരേണ്ടത്? പീപ്പിളിൽ നിന്നാണ്. അപ്പോൾ ഇവിടെ ഇത് പ്രത്യേകം ഓർക്കുക. അടുത്ത 45ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഈസ് റിലേറ്റഡ് ടു ദ യൂണിഫോം സിവിൽ കോഡ്?
യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പരാമർശിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 44. 46ാമത്തെ ക്വസ്റ്റ്യൻ, ജനഗണമന ആസ് അക്സെപ്റ്റഡ് ആസ് ദ നാഷണൽ ആന്തം ഓഫ് ഇന്ത്യ ബൈ ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഓഫ് ഇന്ത്യ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇയേഴ്സ്? ഏത് വർഷമാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ജനഗണമനയെ ദേശീയ ഗാനമായി, നാഷണൽ ആന്തമായി അംഗീകരിച്ചത്? 1950-ലാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണിത്. 47ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫസ്റ്റ് സ്പീക്കർ ഓഫ് ലോക്സഭ വാസ്? ലോക്സഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു? GB മാവ്ലങ്കർ ആണ്. ആരാണ്? GB മാവ്ലങ്കർ. മിക്കവാറും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റിസ് HJ കനിയ ആരായിരുന്നു? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ആദ്യത്തെ, അല്ലേ? അടുത്ത നെക്സ്റ്റ് 48ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ക്യാൻ ബി ദ മാക്സിമം ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സെഷൻസ് ഓഫ് പാർലമെൻറ്റ്? പാർലമെൻറ്റിലെ 2 സെഷനുകൾ അല്ലെ സമ്മേളനങ്ങൾ, അതിനുള്ള ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള പീരീഡ്, ഗ്യാപ്പ്, അതിൽ കൂടുതൽ ആകാൻ പാടില്ല. എത്രയാണ്? 6 months. 6 മാസത്തിൽ കൂടുതൽ പാർലമെൻറ്റ് കൂടാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിബന്ധന. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 49ാമത്തെ ക്വസ്റ്റ്യൻ, ദ വേർഡ് സെക്കുലർ യൂസ്ഡ് ഇൻ ദ പ്രിയാമ്പിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ മീൻസ്? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആമുഖത്തിൽ പ്രിയാമ്പിളിൽ സെക്കുലർ എന്ന വേർഡ് എന്തിനെയാണ് പരാമർശിക്കുന്നത്, അല്ലെ എന്താണ് അതിൻ്റെ അർത്ഥം? ഫ്രീഡം ഓഫ് റിലീജിയൻ ആൻഡ് വർഷിപ്പ് ടു ഓൾ സിറ്റിസൺ. അതായത് നമുക്ക് ഒരു പൗരന് ഏത് മതത്തെയിലും വിശ്വസിക്കാനോ ആചരിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാനോ ഉള്ള പൗരൻ്റെ അവകാശം, സ്വാതന്ത്ര്യമാണ് സെക്കുലർ എന്ന് പറഞ്ഞാൽ. സെക്കുലർ. അടുത്ത 50ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആക്ട് സ്ട്രക്ചർ ഈസ് അക്സെപ്റ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സ്ട്രക്ചർ താഴെ തന്നിട്ടുള്ള ഏത് ആക്റ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935ൻ്റെ ഒരു പതിപ്പാണ് ഏത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ. അതിൽ വളരെ മാക്സിമം കാര്യങ്ങളും ഈ ഇന്ത്യൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് 1935ലെയും പിന്നീട് പല രാജ്യങ്ങളിൽ നിന്ന് കടമെടുത്തിട്ടുള്ള നല്ല നല്ല നൂതനമായിട്ടുള്ള ആശയങ്ങളിലൂടെ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഇങ്ങനെയുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ 50 ക്വസ്റ്റ്യൻസ് ആണ് പ്രധാനപ്പെട്ട പല പ്രാവശ്യങ്ങളായി ചോദിച്ചിട്ടുള്ളത്, നമ്മളിപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് സമാനമായിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും ഏതിൽ നിന്നൊക്കെ? പാർട്ടിൽ നിന്നും, ആർട്ടിക്കിളിൽ നിന്നും, അതുപോലെ തന്നെ ഷെഡ്യൂളിൽ നിന്നും, പിന്നെ അമെൻമെൻറ്റുകളിൽ നിന്നുമൊക്കെ നമ്മൾ നേരത്തെ ഈ വിഷ്വൽ ഫോർമാറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതിൻ്റെ നോട്ടുകൾ നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കി സമാനമായിട്ടുള്ള മറ്റ് ക്വസ്റ്റ്യൻസും നമ്മൾ പഠിക്കേണ്ടതാണ്. ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പറയണം. ഇത് മിക്കവാറും നമ്മളുടെ എക്സാമിലൊക്കെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. നിങ്ങളെല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു, വിശ്വസിക്കുന്നു. ഒരു നല്ല മാർക്കോടുകൂടി ഒരു ഉയർന്ന നിലയിൽ ഈ ഒരു എക്സാം പാസ്സാകാനെ കൊണ്ട് വേണ്ടി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു.